നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രയാഗ്രാജിലെ കുംഭമേളയുടെ വിശേഷങ്ങളാണല്ലോ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കിയത്. അതിനുമപ്പുറം ഈ നഗരത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നിരവധി കാഴ്ചകളും. ഒരുപാട് പുരാതന ക്ഷേത്രങ്ങളും ചരിത്ര സ്മാരകങ്ങളുമൊക്കെ ഈ നഗരത്തിലും പരിസര പ്രദേശങ്ങളുമായിട്ടുണ്ട്. ദ്വാദശി മാധവന്മാരുടെ 12 ക്ഷേത്രങ്ങൾ, നാഗവാസുകി ക്ഷേത്രം, അക്ഷയവടമെന്ന ഒരിക്കലും നശിക്കാത്ത ആൽവൃക്ഷം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം, ലേട്ടെ ഹനുമാൻ ക്ഷേത്രം, ബഡേ ഹനുമാൻ ക്ഷേത്രം, സങ്കടമോചൻ ഹനുമാൻ ക്ഷേത്രം, അലോപി ശങ്കരി, കമല, ലളിത എന്നിങ്ങനെ സതീദേവിയുടെ വിരലുകൾ വന്ന് പതിച്ചു എന്ന് കരുതപ്പെടുന്ന 3 ശക്തിപീഠങ്ങൾ, ദശാശ്വമേധ ഘട്ട്, പിന്നെ അലഹബാദ് ഫോർട്ട്, ആൽഫ്രഡ് പാർക്ക്, അഹമ്മദാബാദ് പബ്ലിക് ലൈബ്രറി, മിൻറ്റോ പാർക്ക്, അലഹബാദ് കോട്ടയ്ക്കുള്ളിലെ അശോക സ്തംഭം, ഖുസ്രോബാഗ്, പ്രയാഗ്രാജ് മ്യൂസിയം, ജവഹർ പ്ലാനറ്റോറിയം തുടങ്ങിയ പുരാതനവും ആധുനികവുമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ചരിത്ര സ്മാരകങ്ങളുമൊക്കെയായി കാഴ്ചകൾ അനവധി. ഈ പ്രയാഗ്രാജിന് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ഭാരതത്തിലെ പ്രധാനമന്ത്രിമാരുടെ തലസ്ഥാനം എന്നൊരു വിശേഷണമുണ്ട്. കാരണം ഇന്ത്യയുടെ 15 പ്രധാനമന്ത്രിമാരിൽ 7 പേരും ഈ നഗരത്തിൽ നിന്നും ഉള്ളവരാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മസ്ഥലമാണ് പ്രയാഗ്രാജ്. ആനന്ദഭവൻ എന്നറിയപ്പെടുന്ന നെഹ്റു കുടുംബം ഇപ്പോൾ ഒരു മ്യൂസിയമാണ്. പിൽക്കാല പ്രധാനമന്ത്രിമാരായ ഇന്ദിരാഗാന്ധി, ലാൽ ബഹാദൂർ ശാസ്ത്രി, രാജീവ് ഗാന്ധി, VP സിംഗ്, ചന്ദ്രശേഖർ എന്നിവർ പ്രയാഗ്രാജിൻ്റെ സംഭാവനകളാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു അലഹബാദ്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ചന്ദ്രശേഖർ ആസാദ്, മോത്തിലാൽ നെഹ്റു തുടങ്ങിയ നേതാക്കൾ ഇവിടെ സജീവമായിരുന്നു. നെഹ്റു കുടുംബത്തിൻ്റെ വസതിയായിരുന്ന ആനന്ദഭവൻ രാഷ്ട്രീയ ചർച്ചകൾക്കും യോഗങ്ങൾക്കുമൊക്കെ ഒരു പ്രധാന കേന്ദ്രവുമായിരുന്നു. 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് നിരവധി പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമായി ഈ നഗരത്തിൽ ശക്തമായ ഒരു വേരോട്ടമുണ്ടായിരുന്നു. അതുപോലെ പാകിസ്ഥാൻ എന്ന ആശയത്തിൻ്റെ ആദ്യ വിത്ത് മുളച്ചതും അലഹബാദിലാണ്. 1930 ഡിസംബർ 29 അല്ലാമ മുഹമ്മദ് ഇക്ബാൽ അഖിലേന്ത്യാ മുസ്ലിം ലീഗിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര മുസ്ലിം രാഷ്ട്രമെന്ന ആശയം നിർദ്ദേശിച്ചു. ഉത്തർപ്രദേശിൻ്റെ സാഹിത്യ തലസ്ഥാനം എന്നും പ്രയാഗ്രാജ് അറിയപ്പെടുന്നു. 1900 ഭാരതത്തിലെ ആദ്യത്തെ ഹിന്ദി മാസികയായ സരസ്വതി എഴുത്തുകാരനായ ചിന്താമണി ഘോഷ് ഇവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്. കൂടാതെ നിരവധി സാഹിത്യകാരന്മാർക്ക് ജന്മം നൽകിയ ഒരു നാടുകൂടിയാണിത്. ഹിന്ദി സാഹിത്യത്തിന് പുറമെ ഉറുദു, പേർഷ്യൻ സാഹിത്യങ്ങളും ഇവിടെ പഠിപ്പിച്ചിരുന്നു. കല, സാഹിത്യം, വിദ്യാഭ്യാസം, ടൂറിസം എന്നിവയ്ക്ക് ലോകപ്രസിദ്ധമാണ് പ്രയാഗ്രാജ്. ഉത്തർപ്രദേശിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരങ്ങളിലൊന്ന്. സംസ്ഥാനത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്നതും ഏറ്റവും മികച്ച താമസ സൗകര്യവുമുള്ള 3ാമത്തെ നഗരവുമാണിത്. വിശാലമായ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് വ്യത്യസ്തമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇവിടെയുള്ളത്. ഒരു കേന്ദ്ര സർവകലാശാലയും 3 ഡീംഡ് സർവകലാശാലകളും ഒരു ഓപ്പൺ സർവകലാശാലയും പ്രയാഗ്രാജിലുണ്ട്. 19-20 നൂറ്റാണ്ടുകളിൽ മഹാദേവി വർമ്മ, സുമിത്രാനന്ദൻ പന്ത്, സൂര്യകാന്ത് ത്രിപാഠി, നിരാല, ഹരിവംശി റായ് ബച്ചൻ തുടങ്ങിയ എഴുത്തുകാരാണ് ഹിന്ദി സാഹിത്യത്തെ ആധുനികവൽക്കരിച്ചത്. ആധുനിക ഉറുദു കവിയായ അക്ബർ അലഹബാദി, നൂഹ് നർഹി, തോഗ് അലഹബാദി, ഷബ്നം നഖ്വി, റാഷിദ് അലഹബാദി എന്നിവരുടെയൊക്കെ തുടക്കവും പ്രയാഗ്രാജിൽ നിന്ന് തന്നെയാണ്. ബുദ്ധൻ്റെ കാലം മുതൽ ആധുനിക കാലം വരെയും പ്രയാഗ് പ്രശസ്തമായ ഒരു വിദ്യാഭ്യാസ കേന്ദ്രം തന്നെയായിരുന്നു. 1887 സ്ഥാപിതമായ അലഹബാദ് സർവകലാശാല ഭാരതത്തിലെ ഏറ്റവും പഴക്കം ചെന്ന 4ാമത്തെ സർവകലാശാലയാണ്. കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് എന്നൊരു വിശേഷണവുമുണ്ട് ഈ പുരാതന നഗരത്തിന്. മുമ്പ് അലഹബാദ് എന്നറിയപ്പെട്ടിരുന്ന പ്രയാഗ്രാജിന് വേദകാലം മുതൽക്ക് തന്നെ തുടങ്ങുന്ന സമ്പന്നമായ ഒരു ചരിത്രമുണ്ട്. ഭാരതത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളിലൊന്നാണിത്. ഗംഗ, യമുന, സരസ്വതി എന്നീ പുണ്യനദികളുടെ സംഗമസ്ഥാനമായതിനാൽ മതപരമായ ഒരു കേന്ദ്രമെന്ന നിലയിലും വലിയ പ്രാധാന്യമുണ്ട്. വേദങ്ങളിലും മഹാഭാരതത്തിലും രാമായണത്തിലുമെല്ലാം പ്രയാഗ് കടന്നു വരുന്നുണ്ട്. ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ഹിന്ദുക്കളുടെയും ഒക്കെ പാരമ്പര്യങ്ങൾ പ്രയാഗുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ പുണ്യനഗരത്തിൻ്റെ പ്രധാന ദേവൻ മഹാവിഷ്ണുവാണ്. ദ്വാദശി മാധവന്മാർ എന്നറിയപ്പെടുന്ന 12 മാധവ ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. പ്രപഞ്ച സൃഷ്ടിക്ക് ശേഷം ബ്രഹ്മദേവൻ ഈ പുണ്യദേശത്ത് ഒരു യാഗം ചെയ്യുകയും പിന്നീട് ഈ പ്രദേശം പ്രയാഗ് എന്നറിയപ്പെട്ടുവെന്നും പറയപ്പെടുന്നു. പുണ്യനദികളുടെ സംഗമസ്ഥാനം, യജ്ഞഭൂമി എന്നൊക്കെയാണ് ഈ വാക്കിന് അർത്ഥം പറയുക.
യജ്ഞത്തിന് ശേഷം ബ്രഹ്മാവ് പ്രയാഗ്രാജിൽ 12 മാധവ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചുവെന്നും വിശ്വാസം. പ്രയാഗ്രാജ് സന്ദർശിച്ചതിൻ്റെ പൂർണ്ണമായ ഫലം കിട്ടണമെങ്കിൽ ത്രിവേണി സംഗമത്തിലെ സ്നാനത്തിനൊപ്പം ഈ 12 മാധവ ക്ഷേത്രങ്ങളിലെ പരിക്രമണം കൂടി പൂർത്തിയാക്കണം എന്നാണ് പറയപ്പെടുന്നത്. കുരുവംശം, കുശാന സാമ്രാജ്യം, മൗര്യ സാമ്രാജ്യം, മുഗളന്മാർ, മറാത്ത സാമ്രാജ്യം തുടങ്ങിയ പല രാജവംശങ്ങളും പിന്നീട് ബ്രിട്ടീഷുകാരും ഓരോരോ കാലങ്ങളിലായി ഈ പ്രദേശം അവരുടെ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളാക്കി മാറ്റുകയും ചെയ്തു. ത്രേതായുഗത്തിൽ ഭരദ്വാജ മഹർഷിക്ക് ഇവിടെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. ആ ഒരു ഐതിഹ്യത്തിന് ചുവട് പിടിച്ചാവണം ഇവിടെ ഒരു ഭരദ്വാജ ആശ്രമവുമുണ്ട്. ത്രേതായുഗത്തിൽ ഭരദ്വാജ മഹർഷിയുടെ നിർദ്ദേശപ്രകാരമാണത്രേ 12 മാധവ ക്ഷേത്രങ്ങളിലൂടെയുള്ള പരിക്രമണം ആരംഭിച്ചതെന്ന് പറയപ്പെടുന്നു. പക്ഷേ ക്രമേണ ആ ആചാരം ഇല്ലാതായി. മുഗളന്മാരുടെയും ബ്രിട്ടീഷുകാരുടെയും ഒക്കെ ഭരണകാലത്ത് ഈ 12 മാധവ ക്ഷേത്രങ്ങളും മറ്റു പല ക്ഷേത്രങ്ങളും പല പ്രകാരത്തിൽ നശിപ്പിക്കപ്പെട്ടു. പിന്നീട് 1961 ഈ പരിക്രമണം തുടങ്ങിയെങ്കിലും 1987 അവസാനിച്ചു. പിന്നീട് 2019 അഖില ഭാരത അഖാഡ പരിഷത്തിൻ്റെ ശ്രമഫലമായി 2019 കുംഭമേളകാലത്താണ് 12 മാധവ പരിക്രമണം വീണ്ടും പുനരാരംഭിച്ചത്. ഈ പതിവ് ഇന്നും തുടർന്നു പോരുന്നു. നഗരത്തിന് ചുറ്റുമായി ഈ മാധവ ക്ഷേത്രങ്ങൾ കാണാം. ഇതിൽ ആദിമാധവം എന്ന് പറയുന്നത് ത്രിവേണി സംഗമമാണ്. ഇവിടെ പക്ഷേ ക്ഷേത്രമൊന്നുമില്ല, സങ്കല്പം മാത്രം. ദാരാഗഞ്ചിലെ വേണി മാധവ ക്ഷേത്രത്തിന് പ്രാധാന്യം കൂടുതലാണ്. ഈ ക്ഷേത്രം പ്രയാഗ്രാജിൻ്റെ ദേവതയായി കണക്കാക്കപ്പെടുന്നു. പിന്നെ അസീമാധവം എന്ന പേരിലൊരു നാഗവാസുകി ക്ഷേത്രമുണ്ട്. മാധവ ക്ഷേത്രങ്ങളിൽ പെട്ടതാണത്. അതുപോലെ നിരവധി ക്ഷേത്രങ്ങൾ ഈ നഗരത്തിൻ്റെ ഓരോ ഭാഗത്തുമായി കാണാം. പ്രയാഗ്രാജിൻ്റെ 3-ാം നൂറ്റാണ്ട് മുതലുള്ള നാൾവഴികൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊന്ന് നോക്കിയിട്ട് വിശദമായ മറ്റു കാഴ്ചകളിലേക്ക് പോവാം. 3-ാം നൂറ്റാണ്ടിൽ മൗര്യ സാമ്രാജ്യത്തിൻ്റെ ഭരണകാലത്ത് അശോക ചക്രവർത്തി തൻ്റെ ശാസനങ്ങൾ ആലേഖനം ചെയ്യുന്നതിനായി നിർമ്മിച്ച അശോകസ്തംഭം അലഹബാദ് കോട്ടയ്ക്കുള്ളിൽ ഇപ്പോഴും കാണാം. അശോക ശാസനങ്ങൾ കൊത്തിയിരിക്കുന്ന ചുരുക്കം ചില തൂണുകളിലൊന്നാണിത്. 6-ാം നൂറ്റാണ്ടിൽ ഗുപ്ത ഭരണകാലത്ത് പ്രയാഗ്രാജ് ഒരു മികച്ച സാംസ്കാരിക വിദ്യാഭ്യാസ ഭരണകേന്ദ്രമായി ഉയർന്നു. ആര്യഭടനെ പോലുള്ള പണ്ഡിതന്മാർ ഈ പ്രദേശത്തു നിന്നും ഗണിതത്തിനും ജ്യോതിശാസ്ത്രത്തിനുമൊക്കെ വലിയ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. 7 മുതൽ 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ വർധന രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു പ്രയാഗ്രാജ്. ഹർഷവർധന രാജാവിൻ്റെ ഭരണകാലത്തായിരുന്നു ഇതിന് തുടക്കമിട്ടത്. 7-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്ത് പ്രയാഗ് സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയായ ഹുയാൻസാങ് തൻ്റെ സി യു കി എന്ന പുസ്തകത്തിൽ പ്രയാഗ്രാജിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ട്. പ്രയാഗ്രാജിനെക്കുറിച്ച് എഴുതപ്പെട്ട ചരിത്രമായി ലഭിച്ചിട്ടുള്ള ചുരുങ്ങിയ ഗ്രന്ഥങ്ങളിലൊന്നാണിത്. പ്രയാഗ്രാജിനെക്കുറിച്ച് ഹുയാൻസാങ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിരവധി ക്ഷേത്രങ്ങളും 2 ബുദ്ധമത സ്ഥാപനങ്ങളും ഒക്കെയുള്ള ഒരു പുണ്യനഗരമായിരുന്നു അത്രേ പ്രയാഗ്രാജ്. ആളുകൾ എളിമയും ആദരവുമുള്ളവരും പഠനത്തിലും ആത്മീയതയിലും അർപ്പണബോധമുള്ളവരുമായിരുന്നു. വൻതോതിൽ കൃഷിയും വിളവെടുപ്പുമുള്ള സമൃദ്ധമായ ഒരു പ്രദേശമായിരുന്നു ഇത്. മതപരമായ ആചാരങ്ങളുടെയും ഉത്സവങ്ങളുടെയും ഒരു കേന്ദ്രം തന്നെയായിരുന്നു ഈ നഗരം. ഭാരതത്തിലെമ്പാടുമുള്ള ഭരണാധികാരികൾ ആ കാലത്ത് ഇവിടെ ഒത്തുകൂടിയിരുന്നു. പുണ്യനദികളായ ഗംഗയ്ക്കും യമുനയ്ക്കും ഇടയിലായിരുന്നു ഈ നഗരം. ലക്ഷക്കണക്കിന് ആളുകളുടെ കൂട്ടം കൂടിയുള്ള മതപരമായ സ്നാനത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. അക്കാലത്തെ കുംഭമേളയെക്കുറിച്ചാവാം ഇത് സൂചിപ്പിക്കുന്നത്. മറ്റു പല ഗ്രന്ഥങ്ങളിലും പറയുന്ന സമാനമായ ചരിത്രങ്ങളിൽ നിന്നും പ്രകൃതിയും സംസ്കാരവും ഭക്തിയും സമതുലിതമാക്കിയ സമ്പന്നമായ ചരിത്രമുള്ള ഒരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു പ്രയാഗ്രാജ് എന്ന് മനസ്സിലാക്കാം. 12-ാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ പ്രയാഗ്രാജിലേക്ക് മുസ്ലിം ഭരണാധികാരികളുടെ അധിനിവേശം തുടങ്ങിയിരുന്നു. പിന്നീടത് പതിയെ ഡൽഹി സുൽത്താനേറ്റിൻ്റെയും മുഗൾ സാമ്രാജ്യത്തിൻ്റെയും പൂർണ്ണമായ അധികാരത്തിലേക്ക് മാറി. 16-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഈ ഒരു പ്രദേശത്തിൻ്റെയും ത്രിവേണി സംഗമത്തിൻ്റെയും തന്ത്രപ്രധാനമായ പ്രാധാന്യം മനസ്സിലാക്കിയ അക്ബർ ചക്രവർത്തി ഈ നഗരം പിടിച്ചടക്കുകയും പ്രയാഗിൻ്റെ പേര് ദൈവങ്ങളുടെ നാട്, അല്ലാഹുവിൻ്റെ നാട് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഇലഹബാസ് അല്ലെങ്കിൽ ഇലഹബാദ് എന്ന പേരിലേക്ക് മാറ്റുകയും ചെയ്തു. അക്ബറിൻ്റെ മന്ത്രിയായിരുന്ന ബീർബലിനെ പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ. യഥാർത്ഥത്തിൽ അദ്ദേഹം മഹേഷ് ദാസ് എന്നൊരു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയും കഴിവുമൊക്കെ മനസ്സിലാക്കിയ അക്ബർ രാജാ ബീർബൽ എന്ന സ്ഥാനം കൊടുത്ത് തൻ്റെ വിശ്വസ്തനായി കൂടെ ചേർക്കുകയായിരുന്നു. അങ്ങനെ ഒരു മതേതര രാഷ്ട്രീയമായിരുന്നു അക്ബർ ഇവിടെ പയറ്റിയിരുന്നത്. അക്ബറാണ് പ്രയാഗിൽ അലഹബാദ് കോട്ട നിർമ്മിക്കുന്നതും ഗംഗയുടെയും യമുനയുടെയും സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതും
കരയിലൂടെയും നദിയിലൂടെയും ഏതു വിധത്തിലുമുള്ള നീക്കങ്ങൾക്കും യോജിക്കുന്നതുമായ ഈ നഗരത്തിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനം അദ്ദേഹത്തെ ആകർഷിച്ചിരുന്നു. അക്ബർ സ്ഥാപിച്ച ദിൻ-ഇ-ഇലാഹി എന്ന മതത്തിൽ ചേർന്ന ഏക ഹിന്ദുവുമായിരുന്നു മഹേഷ് ദാസ് എന്ന രാജാ ബീർബൽ. പിൽക്കാലത്ത് വന്ന ഷാജഹാൻ ചക്രവർത്തിയാണ് ഇലഹബാദ് എന്ന പേര് മാറ്റി അലഹബാദ് എന്നാക്കിയത്. പിന്നീട് യോഗി ആദിത്യനാഥ് സർക്കാർ 2018 അലഹബാദിനെ അതിൻ്റെ പൂർവ്വകാല പ്രാധാന്യത്തോടെ തന്നെ പ്രയാഗ്രാജ് എന്നാക്കി മാറ്റി പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. 800 വർഷങ്ങൾക്കിപ്പുറം അധിനിവേശ ശക്തികളിൽ നിന്നുള്ള പൂർണ്ണമായ മോചനം. അക്ബറിന് ശേഷം വളരെ കാലം ഈ നഗരം മുഗളന്മാരുടെ പ്രവിശ്യാ തലസ്ഥാനമായി തന്നെ തുടർന്നു. അക്കാലത്ത് ഈ നഗരത്തിലെ നിരവധി ക്ഷേത്രങ്ങളും സ്ഥാപനങ്ങളുമൊക്കെ തകർക്കപ്പെടുകയും നിർബന്ധിത മതപരിവർത്തനം പോലുള്ള പ്രവർത്തനങ്ങളും അതിനെ ബന്ധിച്ചുള്ള ഉപദ്രവങ്ങളുമൊക്കെ നടന്നിരുന്നു. മുഗളന്മാരുടെ കയ്യിൽ നിന്നും പിന്നീട് മറാത്തക്കാർ ഈ നഗരം പിടിച്ചെടുത്തു. AD 1765 ഔധിലെ നവാബിൽ നിന്നും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം പിടിച്ചെടുത്തു. പ്രസിദ്ധമായ അലഹബാദ് ഉടമ്പടി എന്നറിയപ്പെടുന്നത് ഇതാണ്. ഇന്ത്യയിലെ കൊളോണിയൽ ഭരണത്തിൻ്റെ രാഷ്ട്രീയവും ഭരണഘടനാപരവുമായ ഇടപെടലുകളുടെ തുടക്കത്തെയും ഈ ഉടമ്പടി അടയാളപ്പെടുത്തുന്നു. AD 1801 ഈസ്റ്റ് ഇന്ത്യ കമ്പനി പൂർണ്ണമായും ഈ നഗരം പിടിച്ചെടുത്ത് അവരുടെ പ്രവിശ്യാ തലസ്ഥാനമാക്കിയതോടെയാണ് ഈ നഗരത്തിന് അതിൻ്റെ രാഷ്ട്രീയമായ പ്രാധാന്യം കൈവരുന്നത്. അലഹബാദ് കോട്ടയുടെ തന്ത്രപ്രധാനമായ പ്രാധാന്യം മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ കോട്ടയെ അവരുടെ സൈനിക ആസ്ഥാനമാക്കി മാറ്റി. 1857 ഇന്ത്യൻ കലാപകാലത്ത് അലഹബാദ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പിൻ്റെ നിർണായകമായൊരു കേന്ദ്രമായിരുന്നു. 1857 ഈ ഒന്നാം കലാപകാലത്ത് ലിയാഖത്ത് അലിയുടെ നേതൃത്വത്തിൽ ഭരണം പിടിച്ചെടുത്തത് ബ്രിട്ടീഷുകാർക്ക് വലിയ തിരിച്ചടിയായി. അതിൻ്റെ പ്രത്യാഘാതവും വളരെ വലുതായിരുന്നു. ഇതിന് പകരമായി ജനറൽ ജെയിംസ് നീലിൻ്റെ നേതൃത്വത്തിൽ ഇരച്ചെത്തിയ ബ്രിട്ടീഷ് സൈന്യം ആയിരക്കണക്കിന് ജനങ്ങളെ പൈശാചികമായി കൊന്നുതള്ളി. യഥാർത്ഥത്തിൽ ഒരു പ്രദേശം മുഴുവനും തുടച്ചു നീക്കി. ജെയിംസ് നീലിൻ്റെ ക്രൂരമായ ശിക്ഷാരീതികൾ അയാൾക്ക് ബുച്ചർ ഓഫ് അലഹബാദ് എന്നൊരു വിശേഷണവും ഭാരതീയരുടെ ഇടയിൽ നേടിക്കൊടുത്തു. അലഹബാദിലെ കൂട്ടക്കൊലക്കാരൻ. പിന്നീടവർ പൂർവാധികം ശക്തിയോടെ 1869 അലഹബാദ് ഹൈക്കോടതിയും പോലീസ് ആസ്ഥാനവുമൊക്കെ സ്ഥാപിച്ച് തങ്ങളുടെ ആധിപത്യം പൂർണ്ണമായും ഉറപ്പിച്ചു. പിന്നീട് 1887 അലഹബാദ് സർവകലാശാലയും നിർമ്മിച്ചു. അതോടെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ കേന്ദ്രവുമായി അലഹബാദ് മാറി. ഭാരതീയ വാസ്തുവിദ്യാ പാരമ്പര്യങ്ങളുമായി സമന്വയിപ്പിച്ച നിരവധി വിക്ടോറിയൻ ജോർജിയൻ കെട്ടിടങ്ങൾ പ്രയാഗ്രാജിൽ ഇന്നും കാണാം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നഗരത്തിൻ്റെ ഇന്നത്തെ വളർച്ചയ്ക്ക് ബ്രിട്ടീഷുകാർ നൽകിയ സംഭാവനകളും തീരെ ചെറുതല്ല. 1839 നഗരത്തിലെ ആദ്യ പള്ളിയായ ഹോളി ട്രിനിറ്റി ചർച്ച് സ്ഥാപിക്കപ്പെട്ടു. 1856 കൽക്കട്ടയ്ക്കും പ്രയാഗ്രാജിനുമിടയിൽ ആദ്യത്തെ റെയിൽവേ ലൈൻ പൂർത്തിയായി. 1857 കലാപം അവസാനിച്ച് ഏതാനും മാസങ്ങൾക്ക് ശേഷം 1858 സിവിൽ ലൈൻ സ്ഥാപിക്കപ്പെട്ടു. 7 ഗ്രാമങ്ങൾ പിടിച്ചെടുത്ത് പുതിയ ടൗൺഷിപ്പ് നിർമ്മിച്ചു. വികസനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഇത് വൈറ്റ് ടൗൺ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇവിടേക്ക് വളരെ കുറച്ച് ഇന്ത്യക്കാർക്ക് മാത്രമേ കടന്നു ചെല്ലാൻ പോലും അനുവാദമുണ്ടായിരുന്നുള്ളൂ. നിലവാരമുള്ള റോഡുകൾ, ബഹുനില മന്ദിരങ്ങൾ, ഓഫീസുകൾ, കഫേകൾ, ഷോപ്പിംഗ് മാളുകൾ, തിയേറ്ററുകൾ എന്നിങ്ങനെയുള്ള ഒരു ആഡംബര നഗരം. 1857 കത്ബർട്ട് ബെൻസ്ലി തോൺഹില്ലിൻ്റെ നേതൃത്വത്തിൽ പുനർനിർമ്മിച്ച ഈ ആഡംബര നഗരം ന്യൂഡൽഹി സ്ഥാപിക്കുന്നതിന് മുൻപ് ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ നടപ്പിലാക്കിയ ഏറ്റവും ബൃഹത്തായ ടൗൺ പ്ലാനിംഗ് പദ്ധതിയായിരുന്നു. 1857 കൂട്ടക്കൊലയ്ക്ക് ശേഷം 1858 മിൻറ്റോ പാർക്കിൽ വെച്ച് ഏൾ കാനിങ് വിക്ടോറിയ രാജ്ഞിയുടെ വിളംബര പ്രഖ്യാപനം വായിച്ചു. അതിൻ്റെ ഫലമായി ഇന്ത്യയുടെ നിയന്ത്രണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും പൂർണ്ണമായും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. ബ്രിട്ടീഷ് ഭരണം തുടങ്ങി. അങ്ങനെ ഈ നഗരം ബ്രിട്ടീഷ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളുടെ ആസ്ഥാനമായും പിന്നീടത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായും മാറി. 1859 മാർച്ച് 3 ഇന്ത്യയിലെ ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ പ്രയാഗ്രാജിനും കാൺപൂരിനും ഇടയിലോടി. 1863 അലഹബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥാപിതമായി. 1864 പബ്ലിക് ലൈബ്രറി സ്ഥാപിക്കപ്പെട്ടു. പ്രയാഗ്രാജിലെ ചന്ദ്രശേഖർ ആസാദ് പാർക്കിലാണിത് സ്ഥിതി ചെയ്യുന്നത്. തോൺഹിൽ മെയിൻ മെമ്മോറിയൽ എന്നും ഇത് അറിയപ്പെടുന്നു. ഉത്തർപ്രദേശ് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ ലൈബ്രറിയാണിത്. റിച്ചാർഡ് റോസ്കൽ ബെയിൻ രൂപകൽപ്പന ചെയ്ത ഈ കെട്ടിടം സ്കോട്ടിഷ് ബാരോണിയൽ റിവൈവൽ വാസ്തുവിദ്യയുടെ ശ്രദ്ധേയമായ ഉദാഹരണമായി കണക്കാക്കപ്പെടുന്നു. 1865 അലഹബാദ് ബാങ്ക് സ്ഥാപിതമായി.
1887 അലഹബാദ് സർവകലാശാല സ്ഥാപിക്കപ്പെട്ടു. ഭാരതത്തിലെ 4ാമത്തെ പഴക്കമേറിയ സർവകലാശാലയാണിത്. 1821 20,000 ആയിരുന്ന ജനസംഖ്യ 1901 ആയപ്പോഴേക്കും 1,70,000 എന്ന നിലയിലേക്ക് ഉയർന്നു. 1919 അലഹബാദ് വിമാനത്താവളം സ്ഥാപിക്കപ്പെട്ടു. 1946 വരെ ഇതൊരു അന്താരാഷ്ട്ര വിമാനത്താവളമായിരുന്നു. 1951 ആയപ്പോഴേക്കും ജനസംഖ്യ 3,32,300 എന്ന നിലയിലേക്കായി. 1954 കുംഭമേളയ്ക്കിടെ ടിക്കിലും തിരക്കിലും പെട്ട് 800ഓളം ആളുകൾ മരിച്ചു. 1980 ജവഹർ പ്ലാനറ്റോറിയം സ്ഥാപിക്കുന്നത്. 1999 അലഹബാദിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി സ്ഥാപിതമായി. 2001 ആയപ്പോഴേക്കും ജനസംഖ്യ 9,90,238 എന്ന നിലയിലേക്കായി. 2018 യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ നഗരത്തിൻ്റെ പേര് ഔദ്യോഗികമായി പ്രയാഗ്രാജ് എന്നാക്കി മാറ്റി. 2024 ആയപ്പോഴേക്കും ജനസംഖ്യ 17,70,000 എന്ന നിലയിലേക്കായി. 200 വർഷത്തിനിടെ വന്ന മാറ്റം. ഭാരതത്തിലെ എല്ലാ സൗകര്യങ്ങളുമുള്ള താമസയോഗ്യമായ നഗരങ്ങളിലൊന്നാണ് ഇന്ന് പ്രയാഗ്രാജ്. 3ാം നൂറ്റാണ്ട് മുതൽ 2025 വരെയുള്ള ഈ ഒരു ടൈം ലൈൻ വായിച്ചപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നിയതിനാൽ ചേർത്തതാണ്. ഇനി കുംഭമേളക്കിടെ കണ്ട ചില കാഴ്ചകളുടെ വിശേഷങ്ങൾ കൂടി ഒന്ന് നോക്കാം. കുംഭനഗരിയിലെത്തിയപ്പോൾ ആകർഷിച്ച പ്രധാനപ്പെട്ട ഒരു നിർമ്മിതിയായിരുന്നു നദിക്കു കുറുകെ നിർമ്മിച്ചിരുന്ന ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമായ പോണ്ടൂൺ പാലങ്ങൾ. ഇത്തരം 30ഓളം താൽക്കാലികമായ പാലങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. റോഡ് ഹൈവേ ഗതാഗത മന്ത്രാലയം നിർമ്മിച്ച ഇത്തരം പാലങ്ങൾ ആയിരക്കണക്കിന് തൊഴിലാളികളുടെയും ഉദ്യോഗസ്ഥരുടെയും ഒരു വർഷത്തിലേറെയുള്ള അധ്വാനത്തിൻ്റെ ഫലമായിരുന്നു. പഴയകാലത്തെ പേർഷ്യൻ സാങ്കേതിക വിദ്യയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ഇത്തരം പോണ്ടൂൺ പാലങ്ങളിലൂടെ ലോറികൾ പോലും കടന്നുപോകും. ഈ പാലങ്ങൾക്കടിയിൽ 2200-ലധികം പൊങ്ങിക്കിടക്കുന്ന ഇരുമ്പ് ക്യാപ്സ്യൂളുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലോട്ടിംഗ് അത്ഭുതം എന്ന് വിളിക്കുന്ന ഈ ഓരോ പാലത്തിനും 5 ടണ്ണിലേറെ ഭാരം വഹിക്കാനും കഴിയും. വലിയൊരു ജനക്കൂട്ടത്തിന് സുരക്ഷിതമായി ഒരേ സമയം കടന്നു പോവാനും പറ്റും. അധികം അറ്റകുറ്റപ്പണികളും വേണ്ട എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. BC 480 പേർഷ്യൻ അധിനിവേശ വേളയിൽ പേർഷ്യൻ രാജാവായ സക്സസ് ഒന്നാമനാണ് പോണ്ടൂൺ പാലങ്ങൾ ആദ്യമായി നിർമ്മിച്ചതെന്ന് ചരിത്രങ്ങൾ പറയുന്നു. 11ാം നൂറ്റാണ്ടിൽ ചൈനയിലെ ഷൗ രാജവംശവും ഇത്തരം പാലങ്ങൾ നിർമ്മിച്ചിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഇത്തരം പാലം 1874 ഹൗറയ്ക്കും കൽക്കത്തയ്ക്കും ഇടയിൽ ഹൂഗ്ലി നദിക്ക് കുറുകെ നിർമ്മിച്ചതാണ്. പക്ഷേ അത് തടിപ്പോണ്ടൂണുകൾ ആയിരുന്നു എന്ന് മാത്രം. 1943 ഇത് പൊളിച്ചു മാറ്റുകയും ചെയ്തു. പ്രയാഗ്രാജിൽ ഇതിനെ പൈപ്പ് ക്യാപ്സ്യൂൾ എന്നാണ് വിളിക്കുന്നത്. കട്ടിയുള്ള ഇരുമ്പ് തകിടുകൾ കൊണ്ട് നിർമ്മിച്ച പൊള്ളയായ പോണ്ടൂണുകൾ ക്രെയിനുകളുടെ സഹായത്തോടെ നദിയിൽ സ്ഥാപിക്കുന്നു. തുടർന്ന് അതിൻ്റെ മുകളിൽ ഗർഡർ ബീമുകൾ സ്ഥാപിച്ച് നട്ടുകളും ബോൾട്ടുകളും ഉപയോഗിച്ച് ഉറപ്പിച്ച് അതിന് മുകളിൽ കട്ടിയുള്ള ഇരുമ്പ് തകിടുകളും പലകകളും ബലമുള്ള കൈവരികളും സ്ഥാപിച്ചിരിക്കുന്നു. പക്ഷേ 5 ടണ്ണെന്ന ഭാരപരിധി കഴിഞ്ഞാൽ അപകട സാധ്യതയുമുണ്ട്. അതിനാൽ ജനക്കൂട്ടത്തെ വളരെ നിയന്ത്രിച്ചാണ് ഇതിലൂടെ കടത്തിവിട്ടിരുന്നത്. പ്രയാഗ്രാജിൽ ചെന്നാൽ സന്ദർശിക്കേണ്ട ഒരു പ്രധാന ക്ഷേത്രമാണ് നാഗവാസുകി ക്ഷേത്രം. ത്രിവേണി സംഗമത്തിന് വടക്ക് ഭാഗത്തായി ദാരാഗഞ്ചിന് സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 12 മാധവ ക്ഷേത്രങ്ങളിൽ അസീമാധവ് എന്നറിയപ്പെടുന്നത് ഈ ക്ഷേത്രമാണ്. നാഗരാജാവായ വാസുകിയാണ് ഇവിടെ പ്രധാന പ്രതിഷ്ഠ. ഈ ക്ഷേത്രം ഒന്ന് കാണുക തന്നെ വേണം. ജനത്തിരക്കുണ്ടെങ്കിലും ശാന്തമായ ഒരു അന്തരീക്ഷം. ചുറ്റും മരങ്ങളൊക്കെ നിറഞ്ഞ് മനോഹരമായ വാസ്തുവിദ്യാശൈലിയിലുള്ള ഒരു ക്ഷേത്രമാണിത്. പ്രധാന റോഡിൽ നിന്നും അല്പം ഉയർന്ന ഒരു ഭാഗത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 3 വശങ്ങളും ഒരു കോട്ട പോലെ ഉയർത്തിക്കെട്ടിയിരിക്കുന്നു. മുൻവശത്തായി നീളത്തിൽ പടവുകളും കെട്ടിത്തിരിച്ചിട്ടുണ്ട്. മുൻവശത്തെ മതിലിന് മുകളിലായി വാസുകിയുടെ അതിഗംഭീരമായ ഒരു വലിയ ശില്പം സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഒരു സമുച്ചയത്തിന് നൽകിയിരിക്കുന്ന പെയിൻറ്റിങ്ങുകളും അതിൻ്റെ പൗരാണികതയെ എടുത്തു കാണിക്കുന്നു. അവിടെ ചെന്നപ്പോൾ മനോഹരമായി മകുടി വായിക്കുന്ന ശബ്ദം കേട്ട് ആ ഒരു ഭാഗത്തേക്ക് ചെന്നപ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. മകുടിവാനയിൽ ലയിച്ച് ഗംഭീരനായ ഒരാൾ കൂടയിൽ നിന്നും 10 വിടർത്തി നിന്ന് ആടുന്നു. ഈ കാഴ്ച കാണാൻ ചുറ്റുപാടും ആളുകളും കൂടിയിട്ടുണ്ട്. ഒരൽപ്പം ഇടുങ്ങിയ ഇടനാഴിയിലൂടെ പടികൾ കയറി വേണം മുകളിലേക്കെത്താൻ. പരമ്പരാഗത ഉത്തരേന്ത്യൻ വാസ്തുവിദ്യാശൈലിയിലുള്ള മനോഹരമായൊരു ക്ഷേത്രം. ഒരു പ്രത്യേക ഊർജം അവിടെ നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും. ശ്രീകോവിലിനുള്ളിൽ 5 ശിരസോടുകൂടിയ വാസുകിയുടെ ശിലാവിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ശിവൻ, ഗണപതി, പാർവതീദേവി, ഭീഷ്മപിതാമഹൻ എന്നിവർക്കായി ഉപദേവാലയങ്ങളുമുണ്ട്. പുരാണങ്ങളനുസരിച്ച് സമുദ്രമഥന സമയത്ത് മന്ദരപർവ്വതത്തെ ചുറ്റിയ കയറായി പ്രവർത്തിച്ചതുകൊണ്ട്
സമുദ്രമഥനത്തിന് ശേഷം ശരീരത്തിലുണ്ടായ മുറിവുകൾ ഭേദമാവാൻ ഇവിടുത്തെ സരസ്വതി നദിയിൽ സ്നാനം ചെയ്തുവെന്നും അതോടുകൂടി വാസുകിയുടെ ദേഹത്തെ മുറിവുകൾ ഭേദമായി എന്നുമാണ് ഐതിഹ്യം. അതിനുശേഷം ഇവിടെ നിന്ന് പോവാനൊരുങ്ങിയ വാസുകിയോട് ദേവന്മാരും ഋഷിമാരും ഇവിടെ തന്നെ തുടരണമെന്ന് അഭ്യർത്ഥിക്കുകയും തുടർന്ന് വിഷ്ണു ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് വാസുകി ഇവിടെ കുടികൊള്ളുകയായിരുന്നു എന്നുമാണ് വിശ്വാസം. പക്ഷേ ചില നിബന്ധനകളും വാസുകി മുന്നോട്ട് വച്ചു. ശ്രാവണമാസത്തിലെ നാഗപഞ്ചമിയിൽ ഭക്തർ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്ത് തന്നെ ആരാധിക്കണമെന്നതായിരുന്നു അത്. ക്ഷേത്രത്തിലെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് ബ്രഹ്മാവിൻ്റെ പുത്രന്മാരാണ് എന്നാണ് വിശ്വാസം. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായി വരുന്ന നാഗപഞ്ചമി ദിനത്തിൽ ഇവിടെ അസാമാന്യമായ തിരക്കാണ് അനുഭവപ്പെടുക. കാളസർപ്പദോഷത്തിൽ നിന്നും മോചനം നേടാൻ ആരാധിക്കാവുന്ന ഭാരതത്തിലെ 2 ക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്ന് കരുതപ്പെടുന്നു. ഔറംഗസേബിൻ്റെ ഭരണകാലത്ത് ഈ ക്ഷേത്രം നശിപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയപ്പോൾ വാസുകിയുടെ ഒരു ക്രൂരരൂപം പ്രത്യക്ഷമായെന്നും മലയാളികൾ ഭയന്ന് പിന്മാറി എന്നുമാണ് ചരിത്രം. നഗരത്തിലുള്ള പല ക്ഷേത്രങ്ങളും നശിപ്പിക്കപ്പെട്ടെങ്കിലും ഈ ക്ഷേത്രത്തിനൊരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഔറംഗസേബിന് കഴിഞ്ഞതുമില്ല. ഇപ്പോഴുള്ള ക്ഷേത്രത്തിൻ്റെ ഘടന 18-ാം നൂറ്റാണ്ടിൽ ശ്രീധർ ബോൺസ്ലെ എന്ന മറാത്ത രാജാവ് പുതുക്കി നിർമ്മിച്ചതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തു തന്നെയാണ് ദശാശ്വമേധ ഘട്ട്. പ്രയാഗ്രാജിൽ ഗംഗാനദിയുടെ തീരത്തുള്ള ഘാട്ടുകളിൽ ഏറ്റവും പവിത്രമായ ഒരു ഘാട്ടാണിത്. ഇവിടെ ഒരു ശിവക്ഷേത്രവുമുണ്ട്. ഐതിഹ്യങ്ങളനുസരിച്ച് ബ്രഹ്മദേവൻ 10 കുതിരകളെ ഉപയോഗിച്ച് അശ്വമേധയാഗം നടത്തിയ സ്ഥലമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ വൈകുന്നേരങ്ങളിൽ ഗംഗാ ആരതിയും പതിവുണ്ട്. കുംഭമേളയുടെ സമയമായതുകൊണ്ട് ഈ ഭാഗങ്ങളിലും ഒരുപാട് കൗതുകകരമായ കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു. അതിലൊന്നാണ് മൗനി ബാബയുടെ ആശ്രമം. 5.5 കോടിയോളം രുദ്രാക്ഷക്കായകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഇവിടുത്തെ 12 ജ്യോതിർലിംഗങ്ങൾ ഒരു വിസ്മയ കാഴ്ച തന്നെയായിരുന്നു. കൂടെ 10,000-കണക്കിന് ത്രിശൂലങ്ങളും. ശിവഭക്തിയുടെ അതുല്യമായ ആചാരത്തിന് സംഘത്തിലെ മണൽത്തരികൾ പോലും സാക്ഷ്യം വഹിക്കുകയായിരുന്നു. പൗഷപൂർണിമയിൽ ആരംഭിച്ച ശിവസാധന മഹാശിവരാത്രി വരെ തുടർന്നിരുന്നു. നാഗവാസുകി ക്ഷേത്രത്തിന് സമീപമായി സെക്ടർ 6-ലായിരുന്നു ഈ ആശ്രമം സജ്ജീകരിച്ചിരുന്നത്. മഹാശിവരാത്രി വരെയുള്ള സമയത്ത് ഈ ആശ്രമത്തിലെ മൗനി ബാബയുടെ നേതൃത്വത്തിൽ 11 കോടി പഞ്ചാക്ഷരമാണ് ജപിച്ചു തീർത്തത്. അതുപോലെ വലിയ വലിയ യാഗങ്ങളും സന്യാസിമാരെയും ഭക്തരെയുമൊക്കെ ചേർത്ത് 1,30,00,000-ഓളം ഹോമസംഖ്യയാണ് ഇവിടെ പൂർത്തിയാക്കിയത്. ഓരോ ജ്യോതിർലിംഗത്തിനും 11 അടി ഉയരവും 7 അടിയോളം വ്യാസവുമുണ്ട്. 10,000 ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചാണ് ഇതിനുള്ള രുദ്രാക്ഷമണികൾ ശേഖരിച്ചത്. ഇരുമ്പ് തകടുകൾ ഉപയോഗിച്ച് ശിവലിംഗ മാതൃകകൾ ഉണ്ടാക്കിയതിന് ശേഷം ചുറ്റിനും രുദ്രാക്ഷമാലകൾ ചാർത്തിയാണ് ഓരോ ശിവലിംഗവും ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ശിവലിംഗങ്ങളിൽ 1 മുഖം മുതൽ 26 മുഖങ്ങൾ വരെയുള്ള രുദ്രാക്ഷങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ലോകത്തിലെ തന്നെ അതുല്യമായ ഈ ശിവനഗരിയിൽ 6 ശിവലിംഗങ്ങൾ തെക്കോട്ട് ദർശനമായും 6 ശിവലിംഗങ്ങൾ വടക്കോട്ട് ദർശനമായിട്ടുമാണ് സ്ഥാപിച്ചിരുന്നത്. പ്രയാഗ്രാജിലെ കുംഭമേളയിൽ 1000-കണക്കിന് സന്യാസിമാരും മറ്റും എത്തിയിരുന്നുവെങ്കിലും ഈ ആശ്രമത്തിലെ ശിവയോഗി അഭയ് ചൈതന്യ ഫലഹാരി മൗനി മഹാരാജ് ഭക്തന്മാർക്കിടയിൽ ഒരു പ്രത്യേക ആകർഷണം തന്നെയായിരുന്നു. 11,000 രുദ്രാക്ഷമണികളാണ് മാലകളായും മറ്റും പല രീതിയിൽ അദ്ദേഹം ശരീരത്തിൽ ധരിച്ചിരുന്നത്. ഇതുതന്നെയെല്ലാം കൂടി ഏതാണ്ട് 45 കിലോയോളം ഭാരം വരും. കഴിഞ്ഞ 44 വർഷമായി ഈ ബാബ മധുരപലഹാരങ്ങൾ, ഉപ്പ് ചേർത്ത ഭക്ഷണ സാധനങ്ങൾ ഇവയൊന്നും കഴിക്കാറില്ല. വൈകുന്നേരങ്ങളിൽ മാത്രം കുറച്ച് പഴങ്ങളും വെള്ളവും മാത്രം കഴിക്കും. രാമക്ഷേത്ര നിർമ്മാണത്തിനായി ഈ മൗനി ബാബ 12 വർഷമാണ് തുടർച്ചയായി മൗനവ്രതമെടുത്തത്. രാമക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞ് രാമലല്ലയെ ദർശിച്ചതിന് ശേഷം മാത്രമാണ് അദ്ദേഹം മൗനവ്രതം അവസാനിപ്പിച്ചത്. അമേഠി ജില്ലയിലെ ബാബുഗഞ്ച് നഗരത്തിലുള്ള പരമഹംസ് ആശ്രമത്തിലെ മുഖ്യ പുരോഹിതനാണ് ഈ മൗനി ബാബ. രാജ്യത്തെ ഭീകരതയെ ഉന്മൂലനം ചെയ്യുക, ബംഗ്ലാദേശി ഹിന്ദുക്കളെ സംരക്ഷിക്കുക, ഗോവധം നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്കായാണ് ഇങ്ങനെ ശിവലിംഗങ്ങൾ നിർമ്മിച്ച് ശിവാരാധന നടത്തുന്നതിൻ്റെ ഉദ്ദേശം. ഇദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹം വാങ്ങിയ രുദ്രാക്ഷം ധരിക്കുകയോ ആരോടും ചോദിച്ചു വാങ്ങുകയും പതിവില്ല. സന്യാസിമാരോ ഉത്തമരായ ആളുകളോ കൊടുക്കുന്ന രുദ്രാക്ഷങ്ങൾ മാത്രമേ ധരിക്കുകയുള്ളൂ. ഈ രുദ്രാക്ഷങ്ങളെ നിത്യവും പൂജിക്കുകയും ചെയ്യും. ദിവസവും 14 മണിക്കൂറാണ് രുദ്രാക്ഷം ധരിക്കുക. ഈ സമയമത്രയും മൗനമാചരിച്ച് മനസ്സിൽ പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ടേയിരിക്കും. ഇവിടുത്തെ ശിവലിംഗങ്ങളിൽ 1 മുഖം മുതൽ 26 മുഖങ്ങൾ വരെയുള്ള വെള്ള, കറുപ്പ്, ചുവപ്പ് തുടങ്ങിയ രുദ്രാക്ഷങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 37 വർഷമായി രുദ്രാക്ഷങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച ശിവലിംഗങ്ങളെ ഇദ്ദേഹം ആരാധിക്കുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പകർത്തിയെടുക്കാൻ സാധിച്ചില്ല. ചില സമയങ്ങളിൽ വീഡിയോ എടുക്കുന്നതും ഒരു അനൗചിത്യമാണല്ലോ. അദ്ദേഹം പറഞ്ഞു,
രുദ്രാക്ഷം എന്നത് ഒരു വിഗ്രഹത്തിന് സമാനമാണ്. അതിൻ്റെ ശക്തി ഉണർത്തിയെടുക്കാൻ പ്രാണപ്രതിഷ്ഠ ആവശ്യമാണ്. ഈ ഒരു ആചാരമില്ലാതെ രുദ്രാക്ഷം ധരിച്ചിട്ട് പ്രയോജനമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ആഗ്രഹപൂർത്തീകരണം വേണമെങ്കിൽ പ്രാണപ്രതിഷ്ഠ വേണമത്രേ. രുദ്രാക്ഷങ്ങളുടെ ചില പ്രത്യേകതകൾ കൂടി അദ്ദേഹം പറഞ്ഞു. ഒരു മുഖവും രണ്ട് മുഖവുമുള്ള രുദ്രാക്ഷങ്ങൾ വളരെ അപൂർവമാണ്. 3 മുഖങ്ങളുള്ള വെളുത്ത രുദ്രാക്ഷം ചില അപൂർവ സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. 4 മുഖമുള്ള രുദ്രാക്ഷം പുരുഷാർത്ഥവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും 5 മുഖവും 6 മുഖവുമുള്ള രുദ്രാക്ഷങ്ങൾ ഗൃഹസ്ഥർക്ക് വേണ്ടിയുള്ളതാണെന്നും 7 മുഖങ്ങളുള്ള രുദ്രാക്ഷം വിദ്യാർത്ഥികൾക്ക് ഏറെ ഗുണം ചെയ്യുമെന്നും പറയുന്നു. 8ഉം 9ഉം മുഖങ്ങളുള്ള രുദ്രാക്ഷം സിദ്ധിക്കുകയാണെങ്കിൽ അത് ഗ്രഹത്തിൽ സൂക്ഷിച്ചാൽ ആ ഗ്രഹത്തിൽ നിന്നും ലക്ഷ്മീദേവി ഒരിക്കലും പുറത്തു പോവില്ല എന്നും, അതേസമയം 10ഉം 11ഉം മുഖങ്ങളുള്ള രുദ്രാക്ഷങ്ങൾ ഒരാളുടെ കർമ്മമേഖലയിലെ പുരോഗതിക്ക് സഹായിക്കുകയും ചെയ്യുമത്രേ. അതുപോലെ രുദ്രാക്ഷം ഒരിക്കലും വാങ്ങി ധരിക്കരുതെന്നും മറ്റൊരാൾ സമ്മാനമായി നൽകുമ്പോൾ മാത്രമേ അത് ധരിക്കാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ശിവനഗരി സന്ദർശിക്കുന്ന ഭക്തർക്ക് രുദ്രാക്ഷത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകുന്നുണ്ടെന്നും അത് തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കുംഭമേളയ്ക്കിടെ ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിച്ച ഒരു ആത്മീയ സൃഷ്ടി തന്നെയായിരുന്നു ഈ ശിവനഗരി. പ്രയാഗ്രാജിൽ സ്ഥിതി ചെയ്യുന്ന വേണി മാധവ ക്ഷേത്രം വളരെ പ്രധാനമാണ്. ത്രിവേണി സംഗമം സംരക്ഷിക്കുന്നതിനായി മഹാവിഷ്ണു ഗജകർണൻ എന്ന രാക്ഷസനെ പരാജയപ്പെടുത്തിയ ത്രേതായുഗം മുതൽക്കുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. സംഗമത്തിനടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രവും. അതുപോലെ സംഗമത്തിനടുത്ത് തന്നെ അലഹബാദ് കോട്ടയ്ക്കുള്ളിൽ അക്ഷയവടം എന്ന് പറയുന്ന പുരാതനമായ ഒരു ആൽവൃക്ഷമുണ്ട്. ആദ്യം മുതൽ പ്രളയകാലം വരെയും നിലനിൽക്കുമെന്ന് കരുതപ്പെടുന്ന ഈ വൃക്ഷത്തിന് നാശമില്ല. പുരാണങ്ങളനുസരിച്ച് ലോകാവസാന സമയത്ത് ഭൂമി മുഴുവനും വെള്ളത്തിൽ മുങ്ങുമ്പോൾ ഒരു ആൽമരം മാത്രമേ നിലനിൽക്കൂ. അതാണ് അക്ഷയവടം. ഹുയാൻസാങ്ങിൻ്റെ യാത്രാവിവരണത്തിലും കാളിദാസന്റെ രഘുവംശത്തിലുമെല്ലാം ഈ ഒരു വൃക്ഷത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ഈ ഒരു വിശ്വാസപ്രകാരം 4 ആൽവൃക്ഷങ്ങളാണ് ഭാരതത്തിലുള്ളത്. 1 പ്രയാഗിലെ അക്ഷയവടം, 2 സോറോണിലെ ഗൃദ്ധാവത്, 3 ഉജ്ജയിനിയിലെ സിദ്ധാവത്, 4 വൃന്ദാവനിലെ വൻശിവത്. ജൈനമതത്തിലെ ആദ്യ തീർത്ഥങ്കരനായ ഋഷഭദേവൻ ജ്ഞാനോദയം നേടിയത് പ്രയാഗിലെ ഈ വൃക്ഷച്ചുവട്ടിൽ വെച്ചാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുപോലെ ശ്രീരാമനും സീതയും വനവാസകാലത്ത് ഈ വൃക്ഷച്ചുവട്ടിൽ വിശ്രമിച്ചിരുന്നതായും ഐതിഹ്യമുണ്ട്. മുഗൾ കാലഘട്ടത്തിൽ ഈ പുണ്യവൃക്ഷത്തിൻ്റെ മതപരമായ പ്രാധാന്യം അറിയാവുന്നതുകൊണ്ട് തന്നെ ജഹാംഗീറിൻ്റെ കാലത്ത് ഈ വൃക്ഷത്തിൻ്റെ വേര് വരെയുള്ള ഭാഗം മുറിച്ചുമാറ്റി വേരുകളിൽ വലിയ ഇരുമ്പാണികൾ പഴുപ്പിച്ച് അടിച്ചു കയറ്റുകയും ചെയ്തു അത്രേ. പക്ഷേ അധികം താമസിയാതെ തന്നെ വീണ്ടും അത് വളർന്നു തുടങ്ങി. ഇപ്പോൾ പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലാണ് ഈ വൃക്ഷം. മറ്റു ചില ക്ഷേത്രങ്ങളും ഇതിന് ചുറ്റുമായുണ്ട്. പുരാണത്തിലെ സരസ്വതി നദിയുടെ സാന്നിധ്യം തെളിയിക്കുന്ന സരസ്വതി കൂപ്പ് എന്ന് വിളിക്കുന്ന ഒരു കിണറും ഇവിടെയുണ്ട്. മോക്ഷത്തിനായി ആളുകൾ ഈ കിണറ്റിലേക്ക് ചാടുന്ന ഒരു പതിവും പണ്ടുണ്ടായിരുന്നു. അക്ബർ ചക്രവർത്തിയുടെ ഭരണകാലത്ത് അതുകൊണ്ട് തന്നെ ഈ കിണർ അടച്ചു പൂട്ടുകയും ചെയ്തു. സംഘത്തിൻ്റെ അടുത്ത് തന്നെ ലേട്ടെ ഹനുമാൻ എന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ട്. കിടക്കുന്ന രീതിയിലുള്ള ഹനുമാന്റെ പ്രതിഷ്ഠയാണിവിടെ. ഇവിടെ ഹനുമാൻ ഒരു കൈകൊണ്ട് അഹിരാവണനെയും മറുകൈയിൽ മറ്റൊരു രാക്ഷസനെയും പിടിച്ചിരിക്കുന്നു. എല്ലാ വർഷവും ആഗസ്റ്റ് മാസത്തിൽ ഗംഗാദേവി ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയും വിഗ്രഹം പൂർണ്ണമായും ഗംഗാജലത്തിൽ മുങ്ങുകയും ചെയ്യും. ഇതും ഇവിടെ ഒരു ആഘോഷമാണ്. അതുപോലെ ദാരാഗഞ്ചിന് സമീപം 3 ശക്തിപീഠങ്ങൾ കൂടിയുണ്ട്. ദക്ഷയാഗത്തിനിടെ പ്രാണത്യാഗം ചെയ്ത സതീദേവിയുടെ ശരീരവും കയ്യിലേന്തി മഹാദേവൻ ദുഃഖിതനായി ഇങ്ങനെ സഞ്ചരിക്കുവാൻ തുടങ്ങി. ഇത് കണ്ട മഹാവിഷ്ണു മഹാദേവനെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി തൻ്റെ സുദർശന ചക്രം കൊണ്ട് ദേവിയുടെ ശരീരത്തെ പല ഭാഗങ്ങളായി ഖണ്ഡിക്കുകയും ആ ശരീരഭാഗങ്ങൾ ഭൂമിയുടെ ഓരോ ഭാഗങ്ങളിലായി പതിക്കുകയും ചെയ്തു. ഇവയാണ് പിൽക്കാലത്ത് ശക്തിപീഠങ്ങളായി അറിയപ്പെട്ടത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ശക്തിപീഠങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിപീഠങ്ങളുടെ സംരക്ഷണാർത്ഥം പരമശിവൻ രൗദ്രമൂർത്തിയായ കാലഭൈരവന്റെ രൂപത്തിൽ ഓരോ ശക്തിപീഠങ്ങളിലും സ്ഥിതി ചെയ്യുന്നു. ഓരോ സ്ഥലങ്ങളിലും ജഗദീശ്വരി ഓരോരോ നാമങ്ങളിലായി ആരാധിക്കപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ അലോപി ശങ്കരി, ലളിത, കമല എന്നിങ്ങനെ 3 ശക്തിപീഠങ്ങളാണുള്ളത്. ദേവിയുടെ വിരലുകൾ വന്നു വീണുവെന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളാണിത്. പ്രയാഗ് ശക്തിപീഠങ്ങൾ സപ്തമോക്ഷ പുരികളിൽ ഒന്നായും കണക്കാക്കപ്പെടുന്നു. പിന്നെ സങ്കട്ട് മോചൻ ഹനുമാൻ ക്ഷേത്രം, ബഡേ ഹനുമാൻ ക്ഷേത്രം എന്നിങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര പുരാതന ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ. പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളെപ്പറ്റി മാത്രമാണ് വിവരണം കൊടുത്തിരിക്കുന്നത്. ഫെബ്രുവരി 21 വൈകുന്നേരത്തോടെ പ്രയാഗ്രാജിൽ നിന്നും മടക്കയാത്ര ആരംഭിച്ചു. രാത്രി 8:30 ആഗ്രയിലേക്കുള്ള ബസ്സിൻ്റെ സമയം പറഞ്ഞിരുന്നത്.
പ്രയാഗ്രാജിൽ ട്രാഫിക് ബ്ലോക്കിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് നഗരത്തിന് പുറത്തൊരു ഭാഗത്താണ് ബസ് കിടന്നിരുന്നത്. 6 മണിയോടെ അങ്ങോട്ടേക്ക് പോകാനായി ഒരു ബൈക്കുകാരനെയും ഏർപ്പാട് ചെയ്തിരുന്നു. തിരക്കായതുകൊണ്ട് തന്നെ 15 കിലോമീറ്റർ ഉള്ളുവെങ്കിലും 1.5 മണിക്കൂർ വേണം അവിടെ എത്താൻ എന്നയാൾ പറഞ്ഞിരുന്നു. അതാണ് 6 മണിക്ക് പോവാമെന്ന് തീരുമാനിച്ചത്. പക്ഷേ 5:30 ആയപ്പോഴേക്കും നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിരുന്ന ബസ് കംപ്ലൈൻ്റ് ആയെന്നും അതുകൊണ്ട് 6:30-ക്കുള്ള മറ്റൊരു ബസ്സിൽ സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, എത്രയും വേഗം ബോർഡിംഗ് പോയിന്റിലേക്ക് എത്തണമെന്നും ബസ് കമ്പനിക്കാർ വിളിച്ചു പറഞ്ഞു. പിന്നെ ആകെ ബഹളമായി. പെട്ടെന്ന് തന്നെ ബൈക്കുകാരനെ വിളിച്ചു വരുത്തി 5:45 ആയപ്പോഴേക്കും അയാൾ പാഞ്ഞു വന്നു. ഒന്ന് കുളിക്കുകയോ ആഹാരം കഴിക്കുകയോ എന്തിന് വസ്ത്രം മാറാൻ പോലും സമയം കിട്ടിയില്ല. ബാഗും വാരിയെടുത്ത് ഒരു ഓട്ടമായിരുന്നു. ഈ യാത്രക്കിടയിലാണ് കുംഭനഗരിയുടെ യഥാർത്ഥ വലിപ്പം മനസ്സിലായത്. കിലോമീറ്ററുകളോളം നീളുന്ന സ്ഥലമാണ് ഇതിനായി മാത്രം നീക്കി വെച്ചിരുന്നത്. പാലിൻ്റെ ആവശ്യത്തിനായി മാത്രം ആയിരക്കണക്കിന് പശുക്കളെയും ആടുകളെയും എരുമകളെയും ഒക്കെ ഇവിടെ കൊണ്ടുവന്നിരുന്നു. ടൗൺ വിട്ടാൽ പിന്നെ തനി ഗ്രാമപ്രദേശങ്ങളാണ്. സാധാരണക്കാരായ കൃഷിയും കന്നുകാലി വളർത്തലുമൊക്കെ ഉപജീവനമാക്കിയ ഗ്രാമീണർ. കിലോമീറ്ററുകളോളം നീണ്ടു നിവർന്നു കിടക്കുന്ന പാടങ്ങളും കൃഷിയിടങ്ങളും. പല വീടുകളും പകുതി നിർമ്മാണം കഴിഞ്ഞവയുമാണ്. പക്ഷേ ശാന്തമായ ഈ ഗ്രാമീണ കാഴ്ചകളുടെ ഭംഗി ഹൈവേയിലേക്ക് കടന്നതോടെ മാറിത്തുടങ്ങി. പ്രയാഗ്രാജിലെ ട്രാഫിക് ബ്ലോക്കിൻ്റെ യഥാർത്ഥ മുഖം കുംഭനഗരിയിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ മാത്രമാണ് മനസ്സിലായത്. ഹൈവേയിൽ കിലോമീറ്ററുകളോളം നീളുന്ന ക്യൂ. ബൈക്ക് ഓടിച്ച ആ പയ്യൻ എന്നെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു, ഭയ്യ പേടിക്കണ്ട, ഞാൻ കൃത്യസമയത്ത് ബസ്സിനടുത്ത് നിങ്ങളെ എത്തിച്ചിരിക്കും. ആ ബ്ലോക്കിനിടയിലൂടെ ഒരു സർക്കസുകാരൻ്റെ മെയ്വഴക്കത്തോടെ അയാൾ ബൈക്ക് ഓടിക്കുന്നത് കണ്ട് ഭയന്ന് പുറകിലിരിക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഇടയ്ക്ക് റോങ് സൈഡ് കയറിയും ഫുട്പാത്തിൽ കയറിയുമൊക്കെ തിരക്കിനിടയിലൂടെ അയാൾ കൊണ്ടുപോയി. അയാൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടേയിരുന്നു, ഞാൻ ഭയ്യയെ ബസ്സിൽ കയറ്റി ഇരുത്തിയിട്ടേ തിരികെ പോരൂ, ടെൻഷൻ ആവണ്ട എന്ന്. 6:30 ആയപ്പോഴേക്കും ബസ് കിടന്ന സ്ഥലത്തേക്ക് അയാൾ എത്തിച്ചു. മാത്രമല്ല ബസ്സുകാരെ വിളിച്ച് കൃത്യസ്ഥലവും ചോദിച്ചറിഞ്ഞ് എന്നെ സീറ്റിൽ കയറ്റി ഇരുത്തി ബസ് പുറപ്പെട്ടതിന് ശേഷം മാത്രമാണ് ആ പയ്യൻ തിരികെ പോയത്. പ്രയാഗ്രാജിലുണ്ടായിരുന്ന 3 ദിവസവും ആ പയ്യനാണ് എന്നെ ഓരോ സ്ഥലത്തും കൊണ്ടുപോയിരുന്നത്. യാത്ര പറയാൻ നേരം അയാൾ വീണ്ടും പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഞാൻ വഴിയിലിട്ടു പോവില്ല എന്ന്. ഇനിയും ഫാമിലിയുമായി വരണം, നമുക്കൊരാഴ്ച ഇവിടെ കൂടാം, എല്ലായിടവും ഞാൻ കൊണ്ടുപോവുകയും ചെയ്യാം. അയാളുടെ കണ്ണുകൾ ഒരു നിമിഷം നിറയുന്നത് ഞാൻ കണ്ടു. ഒപ്പം എൻ്റെയും. തീർച്ചയായും അധികം താമസിയാതെ വീണ്ടും വരാമെന്ന് പറഞ്ഞ് അയാളോട് യാത്ര പറഞ്ഞു. ബസ് കണ്ണിൽ നിന്ന് മറയുവോളം ആ പയ്യൻ കൈവീശിക്കൊണ്ട് വഴിയരികിൽ നിൽപ്പുണ്ടായിരുന്നു. അയാളില്ലായിരുന്നുവെങ്കിൽ ഈ ബസ് എനിക്ക് കിട്ടില്ലായിരുന്നു എന്നത് തീർച്ചയാണ്. സുനിൽകുമാർ എന്നാണ് ആ പയ്യൻ്റെ പേര്. നിർഭാഗ്യവശാൽ ആ പയ്യൻ്റെ ഒരു സെൽഫി മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. അതും പോരാ, രാത്രി ഒരു 9 മണിയോടെ അയാൾ വീണ്ടും വിളിച്ചു. ഇനി ആഗ്രയിൽ ചെന്ന് എന്ത് പ്രശ്നമുണ്ടായാലും എന്നെ വിളിക്കണം, എൻ്റെ ബന്ധുക്കളൊക്കെ അവിടെയുണ്ട്. എന്താ പറയുക, ഒരു ബന്ധവുമില്ല, വെറും മണിക്കൂറുകൾ മാത്രം പരിചയമുള്ള ഒരാൾ. അയാളെപ്പറ്റി ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് നന്ദികേടാവും. ഇപ്പോഴും ആ ബന്ധം നിലനിർത്തുന്നുമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഇതുപോലെ എത്രയോ ആളുകൾ. പിറ്റേ ദിവസം വെളുപ്പിന് 5 മണിയോടെ ബസ് ആഗ്രയിലേക്കെത്തി. അപ്പോൾ ആഗ്രയിലെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.